മിക്കവാറും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഭക്തജനങ്ങൾക്ക് സൗജന്യമായിട്ട് ആഹാരം കൊടുക്കണം എന്നൊരു സംസ്കാരം നമുക്ക് ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യ മുഴുവൻ എവിടെ പോയാലും, പ്രത്യേകിച്ചും ഹരിദ്വാർ, ഋഷികേശ്, നമ്മൾ എവിടെ പോയാലും സൗജന്യ ആഹാരം കൊടുക്കുന്ന സത്രങ്ങൾ ഉണ്ട്. അതിൽ ഭൂരിഭാഗവും ഭംഗിയായിട്ട് നടത്തുന്നതാണ്. എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ പറഞ്ഞിരുന്നാലും, ആ തെറ്റുകുറ്റങ്ങൾ എന്തായിരുന്നാലും സൗജന്യമായിട്ട് ആഹാരം കൊടുക്കണം, ജഠരാഗ്നിക്ക് ശമിപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അവരൊക്കെ അഭിനന്ദനം അറിയിക്കുന്നവരും ആണ്. അപൂർവം ചില കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ അതും കൂട്ടത്തിൽ ചേർത്ത് ചിന്തിക്കേണ്ടതാണ്. ഏതൊന്ന് സൗജന്യം കൊടുക്കുവോ ആ കൊടുക്കുന്ന ആളിൽ ചെറിയൊരു അഹങ്കാരം വരും. നമ്മൾ സൗജന്യമായിട്ടാണ് ചെയ്യണത്. രണ്ടാമത്തെ വരി തന്നെ ഒരു പ്രശ്നം വന്നാൽ ഇത് വെറുതെ അല്ലേ, കാശിനല്ലല്ലോ, ഈ ചിന്ത വെച്ചാണ് പലതും ചെയ്യുന്നത്. സൗജന്യമായിട്ട് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിലോ ആ കൊടുക്കുന്ന ആളൊരു മര്യാദ കാണിക്കണം. മാങ്ങ വേണമെന്നാ വണ്ണ് പൊട്ടിച്ചുകൊണ്ടിരിക്കും. ആ മാങ്ങ പൊട്ടിച്ച് ഒരു കവറിലാക്കി കൊടുക്കേണ്ട മര്യാദ കാണിക്കണ്ടേ? പൊടിച്ചുകൊണ്ടിരിക്കും മാങ്ങ. ആ ഒരു കവറിൽ, ഒരു പോളിത്തീൻ കവറിലെങ്കിലും ആക്കിയിട്ട് ഒരു 12 മാങ്ങ കൊടുക്കേണ്ട മര്യാദ നമ്മൾ കാണിക്കാത്ത എന്താ? ഇത് ഫ്രീ കൊടുക്കണമല്ലേ? ദാനം ചെയ്യുന്ന ആൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. ഫ്രീ ആണെന്ന് കണ്ടില്ല, ദാനം ചെയ്യുന്ന ആൾക്ക് സ്വീകരിക്കുന്ന ആളെ പോലെ തന്നെ ഉത്തരവാദിത്വമുണ്ട്. സ്വീകരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വം അല്ല എന്ന് പറയണത്. സ്വീകരിക്കുന്ന ആൾക്ക് ഈ മാങ്ങ ഏതായാലും വെറുതെ കിട്ടുകയാണല്ലോ, പൊട്ടിച്ചു കൊണ്ടുപോവാം. പക്ഷെ ദാനം കൊടുക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ് ഇന്നത്തെ വിഷയം. വേറൊരു ദിവസം സ്വീകരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വം പറഞ്ഞു എന്ന് വരാം. അത് കൊണ്ടുപോയിക്കോ, അതെടുത്തോ. ഇന്ന കൊടുവാളൊന്നും തരുമോ? അവിടെ എവിടെ കിടപ്പുണ്ട്. ആ കൊടുവാള് എടുത്ത് കൈ കൊടുക്കണ്ടേ? ഇഷ്ടത്തിലാണ് ചെയ്യുന്നതെങ്കിൽ. ചില സ്ഥലങ്ങളിൽ ഇപ്പോ എനിക്ക് ഓർമ്മ വരുന്നു, ഒരു ദേവാലയത്തിൽ നല്ല സ്റ്റീൽ പ്ലേറ്റിലാണ് ആഹാരം കിട്ടുക. ചൂടുള്ള ചോറായിരിക്കും, അതിൽ സാമ്പാർ ഒഴിക്കും. ചൂടുള്ള പ്ലേറ്റില് ചൂടുള്ള ചോറും സാമ്പാറും ഒഴിച്ചാൽ ഏതാനും സെക്കൻഡിൽ അപ്പുറം കയ്യിൽ അത് പിടിക്കാൻ പോലും പറ്റില്ല. ഉടനെ തറയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണം, മേശയില്ല. തറയിൽ ഇരുന്ന് കഴിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. വെറുതെ തരുന്നല്ലേ, അതിപ്പോൾ ചിലപ്പോൾ തറയിലേക്ക് ഇരിക്കേണ്ടി വരും. ആ തറയിൽ ഇരിക്കണമെങ്കിൽ അതിനു മുമ്പ് കഴിച്ച ആൾ അവിടെ വെച്ചിട്ട് ആ ആളുടെ വേസ്റ്റ് മുഴുവൻ അവിടെ തറയിലുണ്ടാവും. നമ്മുടെ ഈ ഡ്രസ്സ് മുഴുവൻ കൂടെ ഇരിക്കാൻ പറ്റില്ല. ചുമ്മാ തരണതല്ലേ. അപ്പൊ ചൂടോടുകൂടി നിങ്ങൾ മേശയും കസേരയൊന്നും കരുതാൻ വയ്യ. ആ ധാരണ 100% ശരിയാണ്. ഈ പ്ലേറ്റിൽ വാങ്ങിയ ഉടനെ എത്രയോ പേര് ഇതിനെ ഒരു അമൃതാക്കി ഒരു പ്രസാദമായിട്ടാണ് വാങ്ങിക്കഴിക്കുന്നത്. ഇങ്ങനെ സൗജന്യം തരുന്നതാണ്. ലാഭേച്ഛ കൂടാതെ ഉണ്ടാക്കിയതായതുകൊണ്ട് ആ അന്നത്തിന് വലിയ പ്രാധാന്യമുണ്ട്.
കാരണം ഹോട്ടലാഹാരം എന്ന് പറഞ്ഞാൽ ലാഭം കിട്ടുക എന്ന ഉദ്ദേശത്തിലാണ് ഹോട്ടൽ നടത്തുന്നത്. ലാഭത്തിനാണ്. ഇത് ലാഭം കിട്ടാനല്ല. അങ്ങനെ ഒരു പരിപാടിയില്ല. അത് അഭിനന്ദിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ജോലിക്കാര്, ചെറിയ കുട്ടികൾ സ്റ്റീൽ പ്ലേറ്റ് ആയിട്ട് വരുന്നു. ആ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അപ്പം തന്നെ കുട്ടികളുടെ കൈ കൊള്ളും. പെട്ടെന്ന് തിളക്കില്ലേ. എവിടെയെങ്കിലും ഇത് കൊണ്ടുപോയി വെക്കാൻ സൗകര്യമുണ്ടോ? ഒരു പലകപ്പുറത്തോ ഒരു മേശയോ അടുത്തില്ല. അതിപ്പോ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണം. കൊണ്ടുപോയി വെക്കണത്തിലാണെങ്കിൽ കുറെ പേര് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെ ചവിട്ടി അവിടെ മുഴുവൻ ഏത് സമയത്തും കാല് വഴുക്കാം. വയസ്സായ ആളുകൾ വളരെ ശ്രദ്ധിക്കണം. കാല് വഴുക്കാനുണ്ട്. കൂട്ടത്തിൽ പറയട്ടെ, ഭംഗിയായിട്ട് കസേരി മേശ ഇട്ടിട്ട് ആഹാരം വിളമ്പി കൊടുക്കണം. നല്ല രീതിയിൽ അന്നം കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ആര് കേട്ടാലും നല്ല രീതി. അപൂർവമായിട്ട് ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഇതുപോലെ വേണമെങ്കിൽ കഴിച്ചാൽ മതി. ആ വിളമ്പുകാരുടെ മുഖത്തെ ഭാവം സൗജന്യല്ലേ, വേണമെങ്കിൽ കഴിച്ചാൽ. അത് അവർക്ക് പറയാൻ അർഹതയില്ല. അവർ ശമ്പളക്കാരില്ല. അവരുടെ മുഖത്ത് ആ ഭാവം വരുന്നത് ശരിയാണോ? അവർ ശമ്പളക്കാരല്ല. അങ്ങനെ ഇരിക്കെ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, എനിക്ക് ഭഗവാന്റെ അന്നം കഴിക്കണമെന്നുണ്ട്. കേരളത്തിലല്ല, കേരളത്തിന്റെ പുറത്താണ് സംഭവം. എന്തായിരുന്നാലും ശരി, ആ അന്നത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, ലാഭേച്ഛ ഇല്ല ഉണ്ടാക്കുന്നില്ല. കഴിക്കാൻ ചെന്നപ്പോ അവിടെ എങ്ങനെയാ വെച്ചാൽ ഇരുന്ന് കഴിക്കാം. അത് അഭിനന്ദിക്കണ്ട. തറയിലിരിക്കണ്ട, മേച്ചും കസേര. അപ്പൊ ഇദ്ദേഹം വിളമ്പുകാരോട്, അദ്ദേഹത്തിന് അന്ന് ഒരു 76 വയസ്സ് പ്രായമുണ്ടോ. വിളമ്പുകാരിങ്ങനെ ഓരോന്ന് വിളമ്പുക. ഒട്ടുവിലത്തെ ഉരുള മോര് കൂട്ടി കഴിക്കണം എന്നൊരു ശീലക്കാരനാണ് കാണുന്നത്. ഭക്തകവിയ, നല്ല രീതിയിൽ കവിത എഴുതും. ഭക്തിസാന്ദ്രമാണ് കവിതകൾ. അപ്പൊ ഒടുവിലൊരു 4 വറ്റേ ഉള്ളൂ. അതിലേക്ക് ഒരു മോരിന്റെ ഒരു രുചി വേണം ഈ കയ്യിലേക്ക് എന്നൊരു തോന്നല്. മോരും കൊണ്ട് വരുന്ന ആളോട് കുറച്ച് മോര് ചെയ്യും. അയാളുടെ പ്രാദേശിക പഠിത്തം മോര് കയ്യിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം. കയ്യിൽ മോര് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം എന്ന് ചിലപ്പോൾ ആയിരിക്കാം. അങ്ങനെ നിയമം ഉണ്ടായിരിക്കാം. ഇത് കുറെ ചോറൊന്നും ഇപ്പൊ അവിടെ ഇല്ല. ഇയാൾക്ക് ആ മോരിന്റെ രുചി എന്ന് ചുണ്ടത്തറിയണമെന്ന് ഇദ്ദേഹത്തിനുള്ളൂ. ആ വിളമ്പുകാരൻ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമായിരുന്നു ആളുകളോട് ഭംഗിയായിട്ട് പെരുമാറണം. വിളമ്പുകാരന് മറുപടി പറയണ്ടാവും. അത് ബാക്കിയുള്ളവരും ആലോചിക്കണം. ഇവിടെ വന്ന് കഴിക്കുന്നവരും ആലോചിക്കണം എന്ന് വിളമ്പുകാരൻ പറയും. വിളമ്പുകാരുടെ കർത്തവ്യം ചെയ്യണം. ഞാൻ അന്ന് ഫേസ്ബുക്കിലൊരു വരി എഴുതി, 100 പേർക്ക് ആഹാരം കൊടുക്കാൻ ചിലപ്പോ നമുക്ക് കഴിഞ്ഞു എന്ന് വരാം. പക്ഷെ നല്ല വിളമ്പുകാരെ നമുക്ക് കിട്ടില്ല. അപ്പൊ പലരും കമന്റ് എഴുതി, അതിനെന്താ കാറ്ററിംഗ് സർവീസിനെ ഏൽപ്പിച്ചാ പോരെ. ഞാൻ വിളമ്പുകാർ എന്ന് ഉദ്ദേശിച്ച് ഈ വിളമ്പുകാരല്ല. ഗവൺമെന്റ് അനവധി നല്ല കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. വിളമ്പുകാരാരാ? ഉദ്യോഗസ്ഥന്മാരാ. ഇവിടെ വിളമ്പുകാർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വേറൊരർത്ഥം കൂടിയുണ്ട്. ആ വിളമ്പുകാരിലൂടെയാണ് നമ്മൾ അറിയണത്. പാവങ്ങൾക്ക് ഇന്ന സഹായം ചെയ്യാൻ സർക്കാർ നിശ്ചയിച്ചു. നമ്മൾ വിളമ്പുകാരുടെ അടുത്തേക്കാണ് ചെല്ലണത്. അവർ ചിലപ്പോൾ നമ്മളെ ആട്ടി വിടും. ഇവിടെ എല്ലാം നിൽക്കുക.
അപ്പോഴല്ല വരിക. ആ നിൽപ്പ് ശരിയായില്ല. ഇതല്ലേ ജീവിതം. ഏത് സ്ഥാനത്ത് നമ്മൾ ആലോചിക്കണം, വിളമ്പുകാർ നന്നാവണം. നമ്മളും വിളമ്പുന്നവരാണ്. വിളമ്പുന്ന നമ്മളും ശ്രദ്ധിക്കണ്ടേ എന്ന് ആലോചിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.